മഹാനായ ഉമർ ഫാറൂഖിന്റെ മുന്നിലിതാ ദാറുൽ അർഖമിന്റെ കതക് തുറക്കപ്പെടുകയാ. മഹാനായ ഉമർദാ കതക് തുറന്നകത്തേക്ക് കടന്നു വരികയാ. ആരെയും കൂസാക്കാതെ ശത്രുപാളയത്തിനുള്ളിലേക്ക് ഉമർ കടന്നു വരികയാ. ഉമർ നടന്ന് നേരെ വന്ന് മുട്ടുകുത്തി ഇരിക്കുകയാ. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ വന്നിരിക്കുകയാ. എല്ലാവരും നിശബ്ദരായി നിൽക്കുകയാ. സഹാബാക്കളൊക്കെ ഭയവിഹ്വലരായിരിക്കുകയാ. ആ നിശബ്ദതയെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഉമറേ മാ ജാഅ ബിക യാ ഉമർ, ഏ ഉമറേ, മുസ്ലിമീങ്ങളുടെ താവളത്തിലേക്ക് കടന്നു വരാ നിനക്കങ്ങനെ ധൈര്യം വന്നു ഉമറേ? എന്തുദ്ദേശത്തിലാണ് നീ ഇങ്ങോട്ട് കടന്നു വന്നത് ഉമറേ? ഉമർ മറുപടി പറയുന്നില്ല. സഹാബാക്കൾ നോക്കുകയാ, ഉമറിന്റെ കയ്യിൽ വാളിരിപ്പുണ്ടല്ലോ. ഉമറാ വാളൊന്നു വീശിയാ. സഹാബാക്കൾ പേടിയോടുകൂടി നോക്കിയിരിക്കുമ്പോൾ രണ്ടാമത് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മാ ജാഅ ബിക യാ ഉമർ, ഉമറേ, എന്തിനാണ് നീ ഇങ്ങോട്ട് കടന്നു വന്നത് ഉമറേ? എന്തുദ്ദേശത്തിലാ നീ ഇങ്ങോട്ട് കടന്നു വന്നത് ഉമറേ? അപ്പോഴും ഉമറിന് മറുപടിയൊന്നുമില്ല. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉമറിന്റെ മേൽ ചാടി വീഴുന്നതിന് വേണ്ടി തന്നോട് വാളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാ. ഉമറിന് മറുപടിയില്ല. മൂന്നാമത്തെ സമയം ഹബീബായ റസൂൽ ഉമറിന്റെ അരക്കട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് പിടിക്കുകയാ. എന്നിട്ടതാ തന്റെ അടുക്കലേക്ക് ഉമറിനെ വലിച്ചെടുപ്പിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഉമറേ മാ ജാഅ ബിക യാ ഉമർ, മാ ജാഅ ബിക യാ ഉമർ, ഉമറേ, എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് ഉമറേ? ദാറുൽ അർഖം എന്ന മുസ്ലിം താവളത്തിലേക്ക് നീ കടന്നു വന്നത് എന്തിനാ ഉമറേ? മഹാനായ ഉമർ ഉടൻ തന്നെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാ, ലിഊമിന ബില്ലാഹി വറസൂലിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. റസൂലിനെ കൊല്ലാൻ കൊട്ടേഷൻ വാങ്ങിക്കൊണ്ടുവന്ന ഉമറുണ്ടല്ലോ, ആ ഉമറുദാ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിം ആകുകയാ. ഉമറുദാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉമറിനെ കൊല്ലാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ഉടവാള് മൂരി ഉയർത്തിപ്പിടിച്ചു നിന്ന ഹംസത്തുൽ ഖറാർ തന്റെ വാള് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓടിച്ചെന്ന് ഉമറിനെ കെട്ടിപ്പിടിക്കുകയാ. സഹാബാക്കൾ ഓരോരുത്തരും വന്ന് ഉമറിനെ കെട്ടിപ്പിടിക്കുകയാ. ഉമർ മുസ്ലിമായ സന്തോഷാധിക്യത്തില് സഹാബാക്കളുടെ തക്ബീർ ചൊല്ലിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. സഹാബാക്കളുടെ തക്ബീറിന്റെ ധ്വനികളാ മക്കയുടെ ഓരോ മലമടക്കകളിലും ചെന്ന് പ്രതിധ്വനിക്കുകയാ. എല്ലാവരും ഉമറിനെ കെട്ടിപ്പിടിച്ച് മുആനത്തയും മുസാഫയും ചെന്ന് കഴിഞ്ഞപ്പോ മഹാനായ ഉമർ ഹബീബായ മുത്തിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതരേ, എന്തിനാ നബിയെ ഒളിവിൽ കഴിയുന്നത്? ആരെ പേടിച്ചാ നബിയെ ഇതിനുള്ളിൽ കഴിയുന്നത്? നമ്മൾ മുസ്ലിമുകളല്ലേ നബിയെ? നമ്മൾ സത്യത്തിന്റെ വക്താക്കളല്ലയോ നബിയെ? നമ്മുടെ നീതിയുടെ അവകാശത്തിന്റെ സമരഭടന്മാരല്ലയോ നബിയെ? പിന്നെന്തിനാ നബിയെ ഒളിവിൽ കഴിയുന്നത്? ആരെ പേടിച്ചിട്ടാ നബിയെ ഒളിവിൽ കഴിയുന്നത്? ഉമറുണ്ട് നബിയെ താങ്കളോടൊപ്പം. ഇനി ഒളിവ് ജീവിതം വേണ്ട നബിയെ, ഇനി ഒളിത്താവളം വേണ്ട നബിയെ, നമുക്ക് പുറത്തേക്കിറങ്ങാം ഹബീബേ, പുറത്തേക്കിറങ്ങാം ഹബീബേ. ആണെന്നവരെയും രഹസ്യമായി ജീവിച്ച മുസ്ലിമീങ്ങളിതാ ചരിത്രത്തിൽ ആദ്യമായി സംഘടിതമായി പുറത്തിറങ്ങാൻ പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുക്കുകയാ. ദാറുൽ അർഖമിലേക്കുടെ വാള് മൂരിപ്പിടിച്ച് കടന്നു ചെന്ന ഉമറില്ലേ, ആ ഉമർ തിരികെ വരുമ്പോൾ റസൂലുള്ളാഹിന്റെ തലയുമറക്കെടുത്തുകൊണ്ട്
കൊണ്ട് ഉടവാളിൽ കുത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് കടന്നു വരുന്നതും പ്രതീക്ഷിച്ചു. അതേ മക്കയിലെ വർഗീയ നേതാക്കന്മാർ കാത്തിരിക്കുമ്പോൾ അതേ ദാറുൽ അർഖമിന്റെ കഥക് തുറക്കുകയാ. ഒന്നാമതായി തന്നെ പുറത്തു വന്നതാരാ? മഹാനായ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തന്നെ പുറത്തിറങ്ങുകയാ. തൊട്ടു പിന്നിൽ വലതുഭാഗത്ത് ഹംസ വരികയാ, ഇടതുഭാഗത്ത് ഉമറുൽ ഫാറൂഖ് കടന്നു വരികയാ. അതേ ഏറ്റവും മുമ്പിന് മധ്യഭാഗത്ത് ഹബീബായ മുത്ത് നിൽക്കുന്നു, വലതുഭാഗത്ത് ഹംസ നിൽക്കുന്നു. ഹംസത്തുൽ കറാറിന്റെ പിന്നാലെ സഹാബാക്കൾ അണിനിരന്ന് നിൽക്കുകയാ. ഇടതുഭാഗത്ത് ഉമറുൽ ഫാറൂഖ് നിൽക്കുകയാ, ഉമറിന്റെ പിന്നാലെയും സഹാബാക്കൾ അണിനിരന്ന് നിൽക്കുകയാ. ഹബീബായ മുത്തിന്റെ നേതൃത്വത്തില് ഉമറിന്റെയും ഹംസയുടെയും സംരക്ഷണയിലിതാ ഇസ്ലാമിക സമൂഹം, ന്യൂനപക്ഷ വിശ്വാസി സമൂഹം ഇതാ മക്കയുടെ മരുമണ്ണിലൂടെ ചുവട്ടടി വെച്ച് മുന്നിലേക്ക് നടന്നു നീങ്ങുകയാ. അബൂജഹലും അബൂലഹബും ഉത്ബത്തും ശൈബത്തും അബൂ സുഫിയാനും അടക്കമുള്ള ഇസ്ലാമിനെ തച്ച് തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മക്കയിലുള്ള വർഗീയ നേതാക്കന്മാരെ കണ്ണുമിടിച്ച് നോക്കി നിന്ന് പോകുകയാ. അതേ ഇന്നലെ വരെ നമ്മുടെ കാൽക്കീഴിലെ കീടങ്ങളായി ചവിട്ടി മെതിക്കപ്പെട്ട ന്യൂനപക്ഷ വിശ്വാസി സമൂഹമിതാ ഇന്നലെ വരെ തങ്ങളുടെ മർദ്ദന പീഡന മുറകളേക്ക് വാങ്ങിയ ന്യൂനപക്ഷ വിശ്വാസി സമൂഹമിതാ തങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പരേഡ് നടത്തുകയാ. ഞങ്ങളുടെ മുന്നിലോട് മാർച്ച് പാസ് നടത്തുകയാ, അണിവകുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് കടന്നു പോകുകയാ. അബൂജഹൽ ഭയപ്പെട്ടു പോകുകയാ, അബൂ സുഫിയാൻ ഭയപ്പെട്ടു പോകുകയാ, അബൂലഹബ് ഭയപ്പെട്ടു പോകുകയാ, ഉത്ബത്തും ശൈബത്തും ഉമയ്യത്തും ഭയപ്പെട്ടു പോകുകയാ. അതേ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ മുന്നേറ്റ റാലിയുത മക്കയുടെ മരുമണ്ണിലൂടെ കടന്നു പോവുകയാ. എല്ലാവരും നടന്നതാ കഅബാലയത്തിന്റെ തിരുമുറ്റത്തെത്തുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് ഹബീബായ മുത്തിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക നബിയേ, എന്ത് ഇബാദത്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക നബിയേ. ഇനി ആരെയും ഭയപ്പെടേണ്ടുന്നതില്ല, ഇനി ഒരുത്തനെയും ഭയപ്പെടേണ്ടുന്നതില്ല. ഒരു ഭരണകൂടവും ഇനി നിങ്ങളെ തൊടില്ല ഹബീബേ, ഒരു പ്രമാണിയും ഇനി നിങ്ങളെ ആക്രമിക്കില്ല ഹബീബേ. ഉമറുണ്ട് നബിയേ, നിങ്ങളോടൊപ്പം ഉമറുണ്ട് നബിയേ. എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക, എന്ത് ഇബാദത്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക. അല്ലാഹുവിന്റെ റസൂലും പ്രിയപ്പെട്ട സഹാബാക്കളും ചരിത്രത്തിൽ ആദ്യമായി നിർഭയത്വത്തോടുകൂടി ഇബാദത്ത് ചെയ്യുകയാ. അതേ എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് പാഠമാ കഴിയുമോ? 21ാം നൂറ്റാണ്ടിൽ ഉമറായി മാറുവാൻ സ്വൈരവിഹാരം തടസ്സപ്പെട്ടുകൊണ്ട്, സ്വതന്ത്ര ജീവിതം തടസ്സപ്പെട്ടുകൊണ്ട്, ഭരണകൂട ഭീകരവാദത്തിന്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഈ സമൂഹത്തിന്റെ മുന്നിൽ 21ാം നൂറ്റാണ്ടിലെ ഉമറായി മാറാൻ പറ്റുമോ ചെറുപ്പക്കാരാ? ഈ സമൂഹത്തിന്റെ ഭയത്തിന്റെ അവസ്ഥ മാറ്റിയിട്ട് നിർഭയത്വം കൊടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? മഹാനായ ഉമറുൽ ഫാറൂഖ് ഹബീബായ പ്രവാചകനും സ്വഹാബത്തും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് മക്കയിലുള്ള വർഗീയ പരിവാരങ്ങളോട് മക്കയിലെ ഹെഡ് ഓഫീസായ ദാറുൽ നദ്വയുണ്ടല്ലോ, ആ ദാറുൽ നദ്വയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുകയാ. എന്നിട്ട് ഇടപാടൂർ ഉയർത്തിപ്പിടിച്ച് തന്റെ കൈ പിന്നിലേക്ക് കെട്ടിയിട്ട് ഉമർ വെല്ലുവിളിക്കുകയാ. ആർക്കാണടാ ധൈര്യമുള്ളത്, ആർക്കാണടാ ധൈര്യമുള്ളത് ഈ ന്യൂനപക്ഷ വിശ്വാസ സമൂഹത്തെ എന്ന് തൊടാൻ, എന്റെ ഹബീബിനെ എന്ന് തൊടാൻ ധൈര്യമുണ്ടോ? ഇന്നലെ വരെ ഒളിവിൽ കഴിഞ്ഞ വിശ്വാസി സമൂഹം ഇന്ന് മാറി വിരിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാ. ആർക്കാണടാ ഇവരുടെ ശരീരത്തെന്ന് തൊടാൻ ധൈര്യമുള്ളത്? ആർക്കാണടാ ഇവരെ ഉപദ്രവിക്കാൻ ധൈര്യമുള്ളത്? ധൈര്യമുള്ളവന് കടന്നുവാടാ, ധൈര്യമുള്ളവന് കടന്നുവാടാ. ഉമറാണടാ വിളിക്കുന്നത്, ഉമറാണടാ വിളിക്കുന്നത്. മഹാനായ ഉമർ പറയുകയാ, ആരെങ്കിലും എന്റെ ഈ വിളി കേട്ടുകൊണ്ട് കടന്നു വരുന്നെങ്കിലും അവരോടൊന്ന് പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ധൈര്യമുള്ളവരാരാ?
ഉമ്മഹു, സ്വന്തം ഉമ്മമാർക്ക് മക്കളില്ലാത്ത വിഷമം കൊടുക്കാൻ ധൈര്യമുള്ളവർ കടന്നു വന്നു കൊള്ളട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാ ധൈര്യമുള്ളത്? സ്വന്തം ഭാര്യമാരെ വിധവകളാക്കാൻ ധൈര്യമുള്ളവരാരെങ്കിലും കടന്നു വന്നുകൊള്ളട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാ ധൈര്യമുള്ളത്? സ്വന്തം മക്കളെ അനാഥരാക്കാൻ ധൈര്യമുള്ളവരാരാ? ഭാര്യമാരെ വിധവകളാക്കാൻ ധൈര്യമുള്ളവരാരാ? ഉമ്മമാർക്ക് മക്കളില്ലാതെയാക്കാൻ ധൈര്യമുള്ളവരാരാ? കടന്നു വാടാ, കടന്നു വാടാ. ഉമറാണതാ വിളിക്കുന്നത്, ഉമറാണതാ വിളിക്കുന്നത്. അങ്ങനെ ധൈര്യമുള്ളവർ കടന്നു വന്നു കൊള്ളുക. ഉമറുൽ ഫാറൂഖ് വെല്ലുവിളിക്കുകയാ. ഇന്നലെ വരെ മുസ്ലിമീങ്ങളെ കൊന്നു കൊലവിളിക്കാൻ ഓടി നടന്ന മക്കയിലെ ഏറ്റവും വലിയ ക്രിമിനലായിരുന്ന ഉമർ, ഇന്നലെ വരെ അവസാന നിമിഷം വരെയും ഏറ്റവും വലിയ വർഗീയതയുടെ വ്യക്താവായിരുന്ന ഉമർ, മുസ്ലിമായ സ്വന്തം കൂട്ടുകാരനെ പോലും സഹോദരിയെപ്പോലും സഹോദരി ഭർത്താവിനെ പോലും കൊല്ലാൻ വാളൂരിയെടുത്ത ഉമർ ഇന്നിതാ വാളൂരി ഉയർത്തിപ്പിടിച്ചിരിക്കുക. മുസ്ലിമീങ്ങളെ തൊടാൻ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ വരിക. ആരാ? സ്വന്തം ഉമ്മമാർക്ക് മക്കളില്ലാതാക്കാൻ ധൈര്യമുള്ളവർ, സ്വന്തം ഭാര്യമാരെ വിധവകളാക്കാൻ ധൈര്യമുള്ളവർ, സ്വന്തം മക്കളെ അനാഥരാക്കാൻ ധൈര്യമുള്ളവർ. ആ ധൈര്യമുള്ളവന്മാർ ഇങ്ങോട്ട് കേറി വാ. ഈ മലഞ്ചെരിവിലേക്ക് കടന്നു വാ.